ये दुकान के मालिक कौन हैं? दुकान के मालिक कौन हैं? ഈ കടയുടെ ഓണർ ആരാണ്? മാലിക് എന്ന് പറഞ്ഞാൽ ഓണർ എന്നാണ്. അതുപോലെ നമ്മൾ പറയാറുണ്ട് അമീർ, അമീർ ഹേ യാ ഗരീബ് ഹേ, അമീർ ഹേ യാ ഗരീബ് ഹേ. അമീർ എന്ന് പറഞ്ഞാൽ, അമീർ എന്ന് പറഞ്ഞാൽ പിന്നെ പണക്കാരൻ എന്നാണ്. ഗരീബ്, ഗരീബ് എന്ന് പറഞ്ഞാൽ ഗരീബ് ആദ്മി ഹേ, യേ ഗരീബ് ആദ്മി ഹേ, മേ ഗരീബ് ആദ്മി ഹൂ, ഞാൻ പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ പാവപ്പെട്ടവനും പണക്കാരനും ഇതൊക്കെ അറബിയിൽ നിന്ന് ഹിന്ദിയിലേക്ക് വന്ന വാക്കുകളാണ്. ധാരാളം വാക്കുകളുണ്ട് പേർഷ്യ വഴി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് മാലിക് എന്നാണ്, മറ്റൊന്ന് അമീർ എന്നാണ്, വേറൊന്ന് ഗരീബ് എന്നാണ്. ഓക്കെ, മറ്റൊന്ന് ഫറദ്. ഈ ഫറദ് അറബിയിലുള്ള പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. ये फर्द है हमारे पास, ये ലാസിം ഹെ എന്നൊക്കെ പറയാറുണ്ട്, ഏ വാജിബ് ഹെ, ഇതൊക്കെ ഉറുദുവിൽ എപ്പോഴും ഉപയോഗിക്കും. ഒറിജിനൽ അറബി വേർഡാണ്. എന്നാൽ ഇത് ഫറദ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഹിന്ദിയിലും പറയാറുണ്ട്. ഫറദ എന്നാണ് നിർബന്ധമാണെന്ന് അർത്ഥത്തിന്. ഓക്കെ, ഖാലി ഹെ, ये बोतल खाली हैं, ये रूम खाली हैं, ये कमरा तो खाली हैं, आज खाली नहीं है. ഖാലി എന്ന് പറയും. അത് മലയാളത്തിലും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അത് ഖാലി എന്ന അറബി വേർഡിൽ നിന്ന് വന്നൊരു വാക്കാണ് ഖാലി, ഖാലി എന്ന് പറയുന്നത്. അതുപോലെ ഇസ്സത്ത്, ഇസ്സത്ത്, ഇസ്സത്ത് കി സവാൽ കി ബാത്ത്, നമ്മുടെ അഭിമാനം പണയപ്പെടുത്തുന്ന വർത്താനാണിത്. ഇസ്സത്ത് എന്ന് പറയാം. ഇസ്സത്ത്, അത് ഇസ്സത്ത് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഹിന്ദി അറബി ഒന്നിച്ചുള്ള വാക്കാണ്. ഓക്കെ, മെഹനത്ത് കറോ ഭായി, ക്യാ മെഹനത്ത് കർത്തേ ഹൈ, തോ മെഹനത്ത്, മെഹനത്ത് ഫേമസ് ആണ് അറബിയിൽ. അപ്പം മെഹനത്ത് കർണ, ഹർ വക്ത് തും മെഹനത്ത് കർത്തേ രഹോ തോ കാമയാബ് ഹോങ്കെ, നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കണം, അപ്പോഴേ വിജയിക്കൂ എന്ന് പറയാറുണ്ട്. അപ്പം മെഹനത്ത് കർണ, മെഹനത്ത് എന്ന് പറയും. മറ്റൊന്നാണ് ദാവത്ത്. ദാവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാവത്ത്, ഇപ്പം ആം ദാവത്ത്, ഈ ഖാസ് ദാവത്ത് ഉണ്ടാവും. ആം ദാവത്ത് നമ്മൾ ആം നേരത്തെ പഠിച്ചിരുന്നു, ജനറൽ. ഇപ്പോൾ ഒരു സൽക്കാരങ്ങളിലൊക്കെ ജനറൽ ഫംഗ്ഷനൊക്കെ വിളിക്കുകയാണെങ്കിൽ ക്ഷണം എന്നാണ് ദാവത്ത്. दावत करना, आपको मैं दावत करता हूँ, आज हमारा पास एक फंक्शन है, वो आम दावत എന്ന് പറയും. ആം ദാവത്ത് എന്ന് ജനറൽ ഒരു എന്താണ്, നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ്, മൊത്തത്തിൽ ക്ഷണിക്കുകയാണ്. അപ്പോൾ ദാവത്ത് കർണ. അതുപോലെ തന്നെ ദുആ കർണ, അതിൽ ഹിന്ദിയിലും അതൊക്കെ തന്നെ ദുആ കർണ, അത് അറബി വേർഡാണ് ദുആ കർണ. അപ്പോൾ എത്ര വാക്കുകൾ, 10-11 വേർഡ് നാം ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഹിന്ദി ഭാഷയിലും പേർഷ്യൻ അറബി ഭാഷകളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഇത്തരം വാക്കുകളെ നിങ്ങൾക്ക് പരസ്പരം ഭാഷകളെ ബന്ധിപ്പിക്കുവാനും അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിൽ ക്യാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ധന്യവാദം.